റെസ്റ്റോറന്റിൽ ഊണ് കഴിക്കാൻ അശോക് ചെന്നപ്പോൾ നല്ല തിരക്ക്. ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ പഠന ശിബിരം നടക്കുന്നുണ്ട്. ടൂറിസം ഓഫീസ് കോമ്പൗണ്ടിലെ കോൺഫറൻസ് ഹാളിൽ യുവതികളും യുവാക്കളും ഇണകളായും ചെറു സംഘങ്ങളായും ചുറ്റിത്തിരിയുന്നു, ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. ടെന്റിലെ അന്തേവാസിയായതുകൊണ്ട് അശോകിന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക പരിഗണന കിട്ടി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജഗൻ വിളിച്ചത്. "നീ എവിടെ എത്തി?" കോളെടുത്ത് അശോക് ചോദിച്ചു. "എങ്ങും എത്തിയില്ല." "അതെന്താ?" "ഇവിടെ നിന്ന് പുറപ്പെട്ടില്ല." "അത് തന്നെ കാരണം. സുസ്മിത ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഇന്നലെ പാക്കപ്പ് ആണെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. സംഭവം ഇന്നലെ തീർന്നില്ല. ഇന്ന് രാവിലെ ഒരു സീൻ ചെയ്തിട്ടേ അവൾ വരൂ. 10 മിനിറ്റിനകം തൊടുപുഴയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അവൾ പറഞ്ഞത്." "ഇന്ന് വരുമോ നീ?" "വരും. സന്ധ്യ കഴിയും. രംഗനെ ബവറേജസിൽ വിട്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. അവൾക്ക് വൈൻ വലിയ ഇഷ്ടമാ." അശോക് ഒന്നും പറഞ്ഞില്ല. ഈ യാത്ര കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. നല്ല സ്റ്റോറി സെൻസ് ഉള്ള ആളാണ് ജഗൻ. കഥയുടെ പ്രതിസന്ധിയിൽ ഉളറി നിൽക്കുമ്പോൾ അവന്റെ ചില സജഷൻസ് വരും. അതോടെ ട്രാഫിക് തടസ്സം നീങ്ങി കഥ വീണ്ടും വിജയകരമായി മുന്നോട്ടു പോകും. ഇത്തവണ അവൻ സുസ്മിതയുടെ പിന്നാലെയായിരിക്കും. അവൾ കൂടെ ഉണ്ടാകുമെന്ന് ഇന്നാണ് അറിയുന്നത്. "ശരി, നിനക്ക് സൗകര്യമുള്ളപ്പോൾ വാ." അശോക് കോള് കട്ട് ചെയ്തു. അയാൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ടെന്റിൽ വന്ന് വിശ്രമിച്ചു. കിടക്കാൻ സുഖമുള്ള ഒരു ഈസി ചെയർ ഉണ്ട് ടെന്റിൽ. ബാൽക്കണിയിലേക്കുള്ള തുണിവാതിൽ തുറന്നിട്ടിരിക്കുന്നതിനാൽ വനത്തിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കയറി വന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാളൊന്ന് മയങ്ങി. മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞെട്ടി ഉണർന്നത്. നോക്കിയപ്പോൾ ജഗനാണ്. "എന്താ ജഗൻ?" "അവളുടെ സീന് എടുത്തു കഴിഞ്ഞില്ല. വൈകുന്നേരത്തെ വരൂ എന്ന് ഇപ്പോഴവൾ വിളിച്ചു പറഞ്ഞു." "നന്നായി. അപ്പോൾ നീ തനിച്ചിങ്ങ് വരുവല്ലേ?" അശോക് ചോദിച്ചു. "ഇല്ലടാ, ഒറ്റയ്ക്ക് പോകരുതെന്ന് അവൾ പലവട്ടം പറഞ്ഞു. വനമെന്നും ടെന്റെന്നും മണക്കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ വല്ലാതെ ത്രില്ലടിച്ചു. നമ്മളായിട്ടെന്തിനെ നിരാശപ്പെടുത്തുന്നേ? അതുകൊണ്ട് നാളെ വെളുപ്പിന് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. 10 മണിക്ക് മുമ്പ് അവിടെ എത്തും. നാളെ ഉച്ചവരെ നീ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും. വെറുതെ 2 ദിവസം പാഴായി പോകുമല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല." "നാളെ ഞങ്ങൾ എത്തും അശോക്." അവൾ വളരെ കോപ്പറേറ്റീവാണ്. "ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? നിന്നെ അവൾ പരിഗണിക്കും." അത് ജഗൻ വെച്ചു നീട്ടിയ ഒരു പ്രലോഭനമാണ്. അത്തരം പ്രലോഭനങ്ങളിലൊന്നും താൻ വീഴില്ലെന്ന് അവനറിയില്ലല്ലോ. ഉറക്കം നഷ്ടപ്പെട്ടതിനാൽ അശോക് എഴുന്നേറ്റു. സമയം കളയാതെ ഇനി ബോട്ടിങ്ങിന് പോകാം. അവസാനത്തെ ട്രിപ്പ് 4:30-ക്കാണെന്നാണ് ടൂറിസം ഓഫീസിൽ നിന്ന് അറിഞ്ഞത്. സമയം ഇപ്പോൾ 3:30. അശോക് വേഷം മാറി ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ ചാരി. വെയിലിന്റെ ചൂട് കുറഞ്ഞിരുന്നു. ആർച്ചിന്റെ വെളിയിലെത്തി 5 മിനിറ്റ് കാത്തു നിന്നപ്പോഴാണ് ഒരോട്ടോ കിട്ടിയത്. "ബോട്ടിംഗ് യാർഡ്," അയാൾ പറഞ്ഞു. ഓട്ടോ കുറെ ഓടിയിട്ട് ബോട്ടിംഗ് എന്ന ബോർഡ് വെച്ച സ്ഥലത്ത് ചെന്നു നിന്നു. "മുകളിലോട്ട് കയറി വലത്തോട്ട് തിരിഞ്ഞു നിന്നാൽ മതി സാറേ," ഓട്ടോക്കാരൻ പറഞ്ഞു. അശോക് സംശയത്തോടെ നോക്കുന്നത് കണ്ടാണ് അയാൾ പറഞ്ഞത്. കാരണം അവിടെ നിന്ന് നോക്കിയാൽ അണക്കെട്ടോ തടാകമോ ബോട്ടോ ഒന്നും കാണുമായിരുന്നില്ല. അശോക് മുകളിലേക്ക് കയറി ചെന്നു. ഐസ്ക്രീം വിൽപ്പനക്കാരനെ പൊതിഞ്ഞ് 4-5 ചെറുപ്പക്കാർ നിൽക്കുന്നു. സമീപത്തുണ്ടായിരുന്ന കാട്ടുമരങ്ങൾ നിറയെ പല പ്രായത്തിലുള്ള കുരങ്ങുകൾ. ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ശരിയായിരുന്നു. കയറ്റം കയറി ചെന്നപ്പോൾ വലതുവശത്ത് വിശാലമായ തടാകം, അകലെ അണക്കെട്ട്. ബോട്ടിങ്ങിന് വേണ്ടി ജെട്ടിയിൽ 19 പേർ കാത്തു നിൽക്കുന്നു. അശോക് അവരോടൊപ്പം ചെന്നു നിന്നു. "ബോട്ടുകൾ പോയിരിക്കുകയാണോ?" അടുത്തുനിന്ന ചെറുപ്പക്കാരനോട് അയാൾ തിരക്കി. "2 ബോട്ടുകളുണ്ട്. രണ്ടും പോയിട്ട് 40 മിനിറ്റായി. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. അപ്പോൾ 20 മിനിറ്റേക്കും രണ്ടും തിരിച്ചു വരും അല്ലേ?" "അതെ." അശോക് ചുറ്റുമൊന്നു നോക്കി. ബോട്ടിങ്ങിൽ വന്നവരുടെ കയ്യിൽ നിന്ന് തിന്നാനെന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചാകാം സകല മരക്കൊമ്പുകളിലും കുരങ്ങന്മാർ ജാഗ്രതയോടെ താഴേക്ക് കണ്ണു നട്ടിരിക്കുന്നു. ബോട്ടിങ്ങിന് കാത്തു നിൽക്കുന്നവർക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാരും കാമുകന്മാരും അച്ഛനമ്മമാരും കുട്ടികളും ചെറുപ്പക്കാരായ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. തടാകക്കരയിലുള്ള ഒരു കാട്ടുമരത്തിൽ ചാരി ഷോൾഡർ ബാഗുമായി വിദൂരതയിലേക്ക് കണ്ണുനട്ടു നിൽക്കുന്ന ഏകയായ പെൺകുട്ടി അപ്പോഴാണ് അശോകിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ലീന ആയിരുന്നു. അശോക് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ മെല്ലെ തലതിരിച്ച് അയാളെ നോക്കി.
അയാളെ കണ്ട് അവളുടെ മുഖം വിളറി. ഫ്രണ്ട് വന്നില്ലേ? ഇല്ല, അവൾ പറഞ്ഞു. അതെന്താ? അതവളുടെ അമ്മ പെട്ടെന്ന് തലചുറ്റി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾ പറയുന്നത് സത്യമല്ലെന്ന് എന്തുകൊണ്ടോ അശോകിന് തോന്നി. അവൾ കള്ളക്കഥ മെനഞ്ഞതാണ്. അപ്പോൾ അവളുടെ ഈ വരവിന് പിന്നിൽ വേറെന്തോ കഥകളുണ്ട്. അയാളുടെ ഉള്ളിലെ കഥയെഴുത്തുകാരൻ പെട്ടെന്നുണർന്നു. ജാസ്മിൻ ബോട്ടിങ്ങിന് പോവുകയാണോ? അതെ. കൂട്ടുകാരി വന്നാലോ? അവൾ മിണ്ടിയില്ല. അടുത്താണോ കൂട്ടുകാരിയുടെ വീട്? അയാൾ വെറുതെ ചോദിച്ചു. അറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ കുട്ടിക്ക് ജാസ്മിനെ കൊണ്ടുപോകാൻ വരാൻ കഴിയില്ലെങ്കിലോ? മറുപടിയില്ലാതെ അവൾ നിന്നു. വീട് എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കൂ, ഞാൻ കൊണ്ടുചെന്ന് വിടാം. വിളിക്കാൻ നോക്കി, റേഞ്ച് ഇല്ല. രാവിലെ കഴുതിലും ക്ഷീണിതയായിരുന്നു അവൾ. വാടിയ താമരമൊട്ട് പോലെയായിരുന്നു അവളുടെ മുഖം. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കൂട്ടുകാരി ഒരു കെട്ടുകഥയാണ്. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നെങ്കിൽ അവൾ വീട് തപ്പിപ്പിടിച്ചു പോയേനെ. അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിയേനെ. ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണോ? ബോട്ടിങ്ങിന് പോകാൻ നിൽക്കുകയാണോ? ജാസ്മിൻ? അതെ. പോയിട്ട് വരാൻ 1 മണിക്കൂർ എടുക്കുമെന്നാണ് കേട്ടത്. അപ്പോൾ 5 മണി കഴിയും. അതിലും നല്ലത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ? അശോക് ചോദിച്ചു. അല്ല. അതെന്താ? അവൾ റിസർവോയറിലേക്ക് നോക്കി നിന്നു. വിശാലമായ തടാകം. ഓളപ്പരപ്പിൽ വേൽ വീണ് തിളങ്ങുന്നു. 2 ബോട്ടുകൾ ഉടൻ വരും. ഏതെങ്കിലും ഒന്നിൽ കയറും. റിസർവോയറിന്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോൾ എടുത്തൊറ്റച്ചാട്ടം. ജാസ്മിൻ എന്താണ് ആലോചിക്കുന്നത്? അശോക് ചോദിച്ചു. ഒന്നുമില്ല. നമ്മൾ തമ്മിൽ മുൻപരിചയമില്ല. ഇന്നാണ് ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് ജാസ്മിൻ ഇവിടേക്ക് വന്നത്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അവൾ പറഞ്ഞു. എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും അശോക് അതറിയും. ഇന്നോ നാളെയോ. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്ക് ഒരു ബോട്ട് കടവിലേക്ക് വരുന്നത് അകലെ നിന്നേ അവർ കണ്ടു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2ാമത്തെ ബോട്ടും പൊട്ടുപോലെ പ്രത്യക്ഷപ്പെട്ടു. ബോട്ടുകൾ കണ്ടതോടെ കരയിൽ കാത്തുനിന്നവർ ഉഷാറായി. അശോക് വെറുതെ അവരുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കി. 43 പേരുണ്ട് പോകാൻ. ഒരു ബോട്ടിൽ കയറാവുന്നവരുടെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, 23. ആദ്യത്തെ ബോട്ട് ജെട്ടിയിലടുത്തു. വെള്ളത്തിലൂടെ ഇറങ്ങിച്ചെന്ന് വേണം ജെട്ടിയിൽ കയറി നിൽക്കാൻ. ആളുകളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാത്തുനിന്നവർ അതിൽ കയറി. പക്ഷെ എല്ലാവർക്കും സീറ്റ് കിട്ടിയില്ല. 2ാമത്തെ ബോട്ടിലാണ് അശോകും ലീനയും കയറിയത്. അവർ അടുത്തടുത്തിരുന്നു. ഓരോ സീറ്റിലും ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്, അശോക് പറഞ്ഞു. അയാളുടെ മുഖത്ത് തെളിഞ്ഞ നിരാശ അയാൾ കണ്ടു. അയാൾ ഓറഞ്ച് നിറമുള്ള ലൈഫ് ജാക്കറ്റ് സ്വയം ധരിച്ചു. ഒരെണ്ണം എടുത്ത് അവൾക്കും കൊടുത്തു. പെട്ടെന്ന് ലൗഡ് സ്പീക്കറിൽ നിന്ന് അണക്കെട്ടിനെ കുറിച്ചും വന്നു ചേരുന്ന നദിയെക്കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും വിവരങ്ങൾ വന്നു. ലീന ചുറ്റിലുമൊന്ന് നോക്കി. കണ്ണാടിച്ചില്ലിലൂടെ വേണം ബോട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ. തുറന്ന ബോട്ടില്ല. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടാൻ പറ്റില്ല. ചാടിയാലും ലൈഫ് ജാക്കറ്റ് മരിക്കാൻ സമ്മതിക്കില്ല. ഡ്രൈവർ വന്നു. എൻജിൻ സ്റ്റാർട്ടായി. സാങ്ക് ബോട്ടിന്റെ പ്രവേശന കവാടം അടച്ചു. അതോടെ ഓളപ്പരപ്പിലൂടെ അത് മെല്ലെ നീങ്ങി തുടങ്ങി. ജാസ്മിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പൊടുന്നനെ അശോക് ചോദിച്ചു. ഡാഡിയും മമ്മിയും, അവൾ പറഞ്ഞു. സിസ്റ്റേഴ്സ് ഉണ്ടോ? ഇല്ല. ബ്രദേഴ്സോ? ഇല്ല. ലോൺലി ചൈൽഡ് അല്ലേ? അവൾ മൂളിയില്ല. ഒറ്റ കുട്ടികൾക്ക് സാധാരണ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, അയാൾ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനും ഒറ്റപുത്രനാണ്. നോ ബ്രദർ, നോ സിസ്റ്റർ. ലീന അയാളെ ഒന്ന് നോക്കി. വീട്ടിലൊറ്റയ്ക്ക് വളർന്നതിൻ്റെ കുഴപ്പങ്ങളുണ്ടായിരുന്നു എൻ്റെ സ്വഭാവത്തിൽ. സ്കൂളിലും കോളേജിലും മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ആരുമായും കൂട്ടുകൂടാൻ അറിയില്ല. സംസാരിക്കാൻ പ്രാവീണ്യമില്ല. തമാശ പറഞ്ഞ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കയ്യിലെടുക്കുന്ന സഹപാഠികളെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരിയുടെ നേർത്ത പ്രകാശം അപ്പോൾ അശോക് കണ്ടു. പ്രേമിക്കാൻ ധൈര്യമില്ലായിരുന്നു. പല പെൺകുട്ടികളെയും സങ്കല്പത്തിൽ കാമുകിമാരാക്കി. അതുകൊണ്ട് ഭാവന വികസിച്ചു. ഞാനൊരു കഥ എഴുത്തുകാരനാകാൻ അതാണ് പ്രധാന കാരണം. എത്ര കഥകൾ എഴുതിയിട്ടുണ്ട്? എഴുതിയത് ഒരുപാടുണ്ട്. പ്രസിദ്ധീകരിച്ചത് വളരെ കുറച്ച് മാത്രം.
അതിലൊന്നാണ് സിനിമയാകാൻ പോകുന്നത്. അവളൊന്നും വേണ്ടിയില്ല. ജാസ്മിൻ പ്രേമിച്ചിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ട്, ഒന്ന് മടിച്ച ശേഷം അവൾ പറഞ്ഞു. ബോട്ട് റിസർവോയറിന്റെ ഏതാണ്ട് നടുഭാഗത്തെത്തിയിരുന്നു. രണ്ടുപേരും അതറിഞ്ഞതേയില്ല. ബോട്ട് വീണ്ടും ജലാശയത്തിന്റെ ഉൾപ്പിരിവുകൾ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ആ പ്രേമം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, അവൾ പറഞ്ഞു. ആരാണ് അവസാനിപ്പിച്ചത്? ഞാൻ. എന്തിനു? അവൻ കള്ളനായിരുന്നു. കള്ളക്കാമുകൻ. കള്ളക്കാമുകിമാരുമുണ്ട്, അയാൾ പറഞ്ഞു. കാണുമായിരിക്കും. എല്ലാ കാമുകന്മാരും കള്ളന്മാരല്ല. എൻ്റെ കാമുകൻ കള്ളനായിരുന്നു, അവൾ പറഞ്ഞു. നഷ്ടപ്രണയങ്ങൾ ഒരു മഹാസംഭവമല്ല, അയാൾ വാദിച്ചു. അല്ലായിരിക്കാം, പക്ഷേ സ്നേഹവഞ്ചന ക്ഷമിക്കാനാകാത്ത കുറ്റമാണ്, സഹിക്കാനാവാത്ത വേദനയും. ഞാൻ ഇത് രണ്ടും അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാനും പറ്റുന്നില്ല. ബോട്ട് അതിൻ്റെ തിരിച്ചുപോക്ക് ആരംഭിച്ചു. വെയില് ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അകലെ മലകൾ ഇരുണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ജാസ്മിൻ്റെ പ്ലാൻ? അശോക് ചോദിച്ചു. മനസ്സിലായില്ല. കൂട്ടുകാരി വന്നില്ലെങ്കിൽ? അറിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? പറ്റില്ല. അതെന്താ? അത് പറ്റില്ല. പിന്നെ ഈ രാത്രിയിൽ എന്തു ചെയ്യും? ഏതെങ്കിലും വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകരുതോ? എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇല്ല. അയാൾ ഒരു നിമിഷം ആലോചിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ? പറയൂ. 2 ടെൻറ്റുകൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെൻ്റെ ഫ്രണ്ടിനും ഒന്നെനിക്കും. ഫ്രണ്ട് ഉടൻ വരില്ല. ആ ടെൻറ്റിൽ ജാസ്മിന് താമസിക്കാം. രാവിലെ കൂട്ടുകാരി വന്ന് കൊണ്ടുപോയിക്കുള്ളൂ. വേണ്ട, അവൾ പറഞ്ഞു. എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെ എനിക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, നിർബന്ധിക്കുന്നില്ല. 2 പേരും പിന്നെ മിണ്ടിയില്ല. ബോട്ട് കരയ്ക്കടുത്തു. മറ്റുള്ളവരോടൊപ്പം അശോകും ലീനയും ബോട്ടിൽ നിന്നിറങ്ങി. ടെൻറ്റിൽ ഒരു ബെഡേയുള്ളോ? റോഡിലേക്ക് നടക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ അവൾ ചോദിച്ചു. അല്ല, ഡബിൾ ബെഡാണ്. പിന്നെ 2 പേർക്കെന്തിനാ 2 ടെൻറ്റ്? ജഗൻ അവൻ്റെ കൂട്ടുകാരിയുമൊത്താണ് വരുന്നത്. പെട്ടെന്ന് അവൾ തലതിരിച്ച് അശോകിനെ ഒന്ന് നോക്കി. ജഗനോ? അതെ. അതെന്ത് പേരാണ്? ജഗൻ മാത്യു. അവളുടെ കണ്ണുകൾ ഒന്ന് ജ്വലിച്ചു. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ? കൂട്ടുകാരി, അതേ അർത്ഥം തന്നെ. അവൾ ഇന്ന് വരില്ല? അവൾ ചോദിച്ചു. ഇല്ല, എന്തോ അസൗകര്യം. നാളെ രാവിലെ വരൂ. എങ്കിൽ നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ ഞാൻ ഇന്ന് അവിടെ താമസിച്ചോട്ടെ. വിത്ത് പ്ലഷർ. അവർ സംസാരിച്ചുകൊണ്ട് മെല്ലെ നടന്നു. ജഗനുമൊത്ത് നടന്ന അതേ വഴികൾ, അന്നു കണ്ട അതേ മരങ്ങൾ. അശോകുമൊത്ത് നടക്കുമ്പോൾ അതെല്ലാം ലീനയ്ക്ക് ഓർമ്മ വന്നു. ഇതാണ് ജാസ്മിൻ്റെ ടെൻറ്റ്. താമസ സ്ഥലത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു. അവൾ തല ഉയർത്തി നോക്കി. വേഴാമ്പൽ. വാതിലിന് മുകളിലെ ബോർഡ് കണ്ട് അവൾ ഞെട്ടി. അതേ ടെൻറ്റ്. അയാൾ വാതിൽ തുറന്നു കൊടുത്തു. കുളിക്കുകയോ മറ്റോ ചെയ്യണമെങ്കിലാകാം. അതുകഴിഞ്ഞ് നമുക്ക് പുറത്തു പോകാം. 7:30 ടൂറിസം ഓഫീസിന്റെ പിന്നിൽ മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. അത് കണ്ടിട്ട് ഫുഡ് കഴിച്ചു മടങ്ങാം, അശോക് പറഞ്ഞു. അവൾ തല കുലുക്കി. അശോക് പോയപ്പോൾ ലീന വാതിലടച്ചു. അവൾ അകത്തേക്ക് ചെന്നു. അതേ മുറി, അതേ ഇരട്ടക്കട്ടിൽ, ആ രാത്രി. അവൾ തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടേക്ക് തന്നെ വരാൻ തോന്നിയത്? എന്തുകൊണ്ടാണ് ഇന്നുറങ്ങാൻ വേഴാമ്പൽ എന്ന ഈ ടെന്റ് തന്നെ കിട്ടിയത്? എന്തുകൊണ്ടാണ് അവൻ പുതിയ കാമുകയും കൊണ്ട് ഇതേ ടെന്റിലേക്ക് വരാൻ പോകുന്നത്? ഇപ്പോൾ നീ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്നാണോ ദൈവത്തിന്റെ തീരുമാനം? കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മാറ്റിധരിക്കാൻ വേറെ ഡ്രസ്സില്ല. മരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൾ പകരമുടുപ്പുകൾ എന്തിനെടുത്തു വെക്കണം? അശോകിന്റെ കൈവശം ഷർട്ട് കാണാതിരിക്കുമോ? ചെന്ന് ചോദിച്ചാൽ അയാൾ സംശയിക്കും. കൂട്ടുകാരിയോടൊപ്പം താമസിക്കാൻ വന്നവൾ എന്തുകൊണ്ട് വേറെ ഡ്രസ്സ് കരുതിയില്ല? വാങ്ങാൻ കടകൾ അടുത്തൊന്നും കാണുകയില്ല. കുളിക്കേണ്ട. കുളിച്ചാൽ പുതിയത് ധരിക്കാതെ പറ്റില്ല. ജഗൻ, അവൻ വരുന്നു. വരട്ടെ. എന്റെ മുമ്പിലേക്ക് അവൻ ആ പെണ്ണിനെയും കൊണ്ടുവരട്ടെ. അവൾ ബാത്റൂമിൽ ചെന്ന് മുഖം കഴുകി. മുടി പാറിപ്പടന്നു കിടക്കുന്നു. ബാഗില് ചീപ്പ് കാണും. ബാത്റൂമിലെ നിലക്കണ്ണാടിയിൽ നോക്കി അവൾ മുടി ചീകി. കരുത്തുറ്റ മുടിയായിരുന്നു അവളുടേത്. ഞാൻ നിന്റെ ഫോട്ടോ എടുക്കട്ടെ മോളു? അവൻ ചോദിച്ചു. എത്രയോ ഫോട്ടോ നീ എടുത്തിട്ടുണ്ട്, പിന്നെന്തിനാ ഇപ്പോഴൊരു പെർമിഷൻ?
അന്നത്തെ ആ രാത്രിയിലായിരുന്നു. ഇതേ ടെന്റിൽ വെച്ച്. ഇത് മുമ്പെടുത്ത ഫോട്ടോ പോലെയല്ല. പിന്നെ നിന്റെ മുടി രണ്ടായി പകുത്ത് മുൻവശത്തേക്കിടണം. അത്രയേ ഉള്ളൂ. അല്ല, പിന്നെ പിന്നെ നിന്റെ ബ്രസ്റ്റുകൾ കവർ ചെയ്യുന്നത് നിന്റെ മുടിയായിരിക്കണം. അതായത് അടിയിൽ വേറൊന്നും വേണ്ട. അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി. അതു കഴിഞ്ഞ് മുടി രണ്ടും മാറ്റാൻ നീ പറയില്ലേ? പറഞ്ഞെന്നിരിക്കും. മോന്റെ പൂതി മനസ്സിലിരിക്കട്ടെ. ഞാൻ നിന്നോടൊപ്പം വന്നു എന്നത് ശരി തന്നെ. ബട്ട് ഐ ആം നോ ഫൂൾ. ഐ വിൽ നെവർ റിമൂവ് മൈ ഡ്രസ്. അത്തരം വല്ല ആഗ്രഹം വെച്ചാണ് നീ എന്നെ വിളിച്ചതെങ്കിൽ നിനക്ക് തെറ്റി ജഗൻ. ഐ ആം സോറി ലീന. നീ എന്നെ തെറ്റിദ്ധരിച്ചു. ഐ ആം റിയലി സോറി. അവൻ ആത്മാർത്ഥതയോടെയാണ് അങ്ങനെ പറയുന്നതെന്ന് വിശ്വസിച്ചു. പക്ഷേ വാതിലിൽ ആരോ മുട്ടി. അവൾ ചെന്ന് കതക് തുറന്നു. അശോകാണ് വന്നത്. നമുക്ക് പോയാലോ? പോവാം. കുളിച്ചില്ലേ? ഇല്ല. വായ്. അവളൊന്നും മിണ്ടിയില്ല. ശരി, വരൂ. ബാഗ് എടുക്കണോ? അവൾ ചോദിച്ചു. വേണ്ട. നേരം ഇരുണ്ട് കഴിഞ്ഞിരുന്നു. അവർ ഓട്ടോയിലാണ് ടൂറിസം ഓഫീസിലേക്ക് പോയത്. ജാസ്മിൻ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ ടിക്കറ്റ് എടുത്ത് വരാം. അശോക് വരാനായി അവൾ കാത്തു നിന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർത്തത്. ഡാഡിയും മമ്മിയും ഇന്ന് വൈകുന്നേരം വരും. അവർ ആ ആത്മഹത്യാക്കുറിപ്പ് കാണും. അവൾ ഞെട്ടിപ്പോയി. രണ്ടുപേരും പരിഭ്രാന്തരാകും. അവർ മൊബൈലിലേക്ക് വിളിക്കും. ബാഗ് ടെന്റിലാണ്. തന്നെ കിട്ടാതാവുമ്പോൾ ബന്ധുക്കളെയും പരിചയക്കാരെയും വിളിക്കും. ചിലപ്പോൾ പോലീസിനെയും അറിയിക്കും. മ്യൂസിക് ഫൗണ്ടൻ കാണാൻ 2 ടിക്കറ്റുമായി അശോക് വന്നു. അശോക്, ആ മൊബൈൽ ഒന്ന് തരുമോ? വീട്ടിലേക്ക് വിളിക്കാനാണ്. അവൾ പറഞ്ഞു. അതിനെന്താ, വിളിച്ചോളൂ. അയാൾ നീട്ടിയ മൊബൈൽ വാങ്ങി അവൾ മമ്മിയുടെ നമ്പറിൽ വിളിച്ചു. ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് മമ്മി കോൾ എടുത്തത്. എന്താ മോളെ? സാധാരണ സ്വരമായിരുന്നു മമ്മിയുടേത്. ആരും ആ കുറിപ്പ് ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയാണിപ്പോൾ? ഞങ്ങൾ ട്രെയിനിലാ മോളെ. വണ്ടി ലേറ്റാണ്. കൊല്ലത്തെത്തിയതേയുള്ളൂ. നിന്നെ 2-3 തവണ വിളിച്ചല്ലോ. എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഞാനിപ്പോ വീട്ടിലില്ല മമ്മി. ശ്രീലക്ഷ്മിയുടെ വീട്ടിലാണ്. നാളെ വരൂ, അവൾ പറഞ്ഞു. അവളുടെ കൂട്ടുകാരിയാണ് ശ്രീലക്ഷ്മി. മമ്മിക്ക് ശ്രീലക്ഷ്മിയെ അറിയാം. രാവിലെ വരുമോ? ഉച്ചയ്ക്ക് മുമ്പെത്തും. ശരി മോളെ. മമ്മി ഇനി മുറിയിലേക്ക് ചെല്ലുകയില്ല. ചെന്നാലേ മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പ് കാണും. അല്പം മാറിയാണ് അശോക് നിന്നിരുന്നത്. അയാൾ കുളി കഴിഞ്ഞ് ജീൻസും വെള്ള ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത്. രണ്ടും നല്ല ചേർച്ച. അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. കിട്ടിയോ മമ്മിയെ? അയാൾ ചോദിച്ചു. കിട്ടി. എന്ത് കള്ളമാണ് പറഞ്ഞത്? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. ശ്രീലക്ഷ്മിയുടെ വീട്ടിലാണെന്ന്. തെന്മലയിലെ റിസോർട്ടിൽ അശോക് എന്നൊരുത്തൻ്റെ കൂടെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഡാഡിക്കുടൻ ആംബുലൻസ് വിളിക്കേണ്ടി വന്നേനെ അല്ലേ? അവൾ ചിരിച്ചുപോയി. ജാസ്മിനെ കണ്ടതിനു ശേഷം ആദ്യമായിട്ടാണ് ചിരിക്കുന്നത്. അയാൾ പറഞ്ഞു. ഈ കാണുന്ന ആളൊന്നുമല്ല ഞാൻ. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ ഒരു പെൺകുട്ടി ഒരു പരിചയവുമില്ലാത്ത നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കഥാകാരനായതുകൊണ്ടാകാം. അപ്പോൾ ഈ യാത്രയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട് അല്ലേ? കഥ മാത്രമല്ല, ജീവിതവും മരണവും, അവൾ പറഞ്ഞു. മരണവും? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. അത് ഇതുവരെ സംഭവിച്ചില്ല. മ്യൂസിക് ഫൗണ്ടൻ കാണാൻ അവർ ഉള്ളിലേക്ക് നടന്നു. വളഞ്ഞു തിരിഞ്ഞു പോകുന്ന നടപ്പാത. ചുറ്റുമരങ്ങൾ. ഒടുവിൽ അവർ തുറസായ ഒരു സ്ഥലത്തെത്തി. ടെന്നീസ് പ്ലേ ഗ്രൗണ്ടിന്റെ അത്ര വലുപ്പമുള്ളൊരു സ്ഥലം. ഒരറ്റത്ത് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഗാലറിയുണ്ട്. 200-300 പേർക്ക് ഇരിക്കാൻ പറ്റും. ഗാലറി പകുതിയോളം നിറഞ്ഞിരുന്നു. അശോകും ലീനയും സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഗാലറിയിലിരുന്നു. അപ്പോഴേക്ക് ഉല്ലാസയാത്രയ്ക്ക് വന്ന സ്കൂൾ കുട്ടികൾ പറ്റമായി വന്ന് ഗാലറിയുടെ ബാക്കി ഭാഗം കൈയടക്കി. എല്ലാം കണ്ട് നിശബ്ദമായിരുന്നതേയുള്ളൂ ലീന. അശോക് എത്ര ദിവസം ഉണ്ടാകും ഇവിടെ? അവൾ ചോദിച്ചു. നാളെയും ചിലപ്പോൾ മറ്റന്നാളും. നാളെ എപ്പോഴാണ് കൂട്ടുകാരനും ഗേൾ ഫ്രണ്ട് വരുന്നത്? രാവിലെ അവർ എപ്പോൾ അവിടെ നിന്ന് തിരിക്കും എന്നറിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അതുവരെ എനിക്ക് വേഴാമ്പൽ ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായും. വരട്ടെ, അവനും പുതിയ കാമുകിയും. 7:30 മണിയായപ്പോൾ ലൗഡ് സ്പീക്കറിലൂടെ സംഗീതം വന്നു. അതോടെ ജലധാരകൾ ഉണർന്നു. നീളത്തിൽ 4-5 ജലധാരകൾ സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി.
പല നിറത്തിലുള്ള ലൈറ്റുകൾ പ്രകാശം ചൊരിഞ്ഞതോടെ വർണ്ണപ്പകിട്ട് വന്നു. കുട്ടികൾ ആർത്തു ചിരിച്ചു. എല്ലാവരും മൊബൈൽ ഫോണിൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ തുടങ്ങി. കുട്ടികൾ എത്ര നിഷ്കളങ്കർ അല്ലേ? പെട്ടെന്ന് അവൾ ചോദിച്ചു. അതെ. പിന്നെ എപ്പോഴാണ് അവരുടെ ഉള്ളിൽ വിഷം നിറയുന്നത്? അതിന് പല കാരണങ്ങൾ കാണും ജാസ്മിൻ. വീട്ടിൽ നിന്ന് കിട്ടിയ സ്വഭാവ രൂപീകരണം, കൂട്ടുകാരുടെ സ്വാധീനം, ജീവിക്കുന്ന ചുറ്റുപാടുകൾ, എല്ലാറ്റിനുമുപരി രക്തത്തിൽ കലർന്നിട്ടുള്ള കുറ്റവാസന, അശോക് പറഞ്ഞു. അല്പനേരത്തേക്ക് അവളൊന്നും മിണ്ടിയില്ല. നമുക്ക് പോയാലോ? പിന്നെ അവൾ ചോദിച്ചു. പോകാം. അവർ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ടൂറിസം ഓഫീസിന്റെ എതിർവശത്തുള്ള റെസ്റ്റോറന്റിൽ ചെന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവർ ഓട്ടോയിൽ താമസ സ്ഥലത്തേക്ക് പോയി. താക്കോലെടുത്ത് അശോക് വേഴാമ്പലിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ജാസ്മിന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, ഉറങ്ങിക്കോളൂ, അയാൾ പറഞ്ഞു. ഗുഡ് നൈറ്റ്, അവൾ ആശംസിച്ചു. ഗുഡ് നൈറ്റ്. ലീന ടെന്റിന്റെ അകത്തേക്ക് കയറി. വാതിൽ ഉള്ളിൽ നിന്ന് ബോൾട്ടിട്ടു. അശോക് ബാഗ് തുറന്ന് ഒരു പ്ലാസ്റ്റിക് ഫയൽ എടുത്തു. സിനിമയുടെ വൺ ലൈൻ ആയിരുന്നു ആ ഫയലിൽ ഉണ്ടായിരുന്നത്. മലയാളത്തിൽ ഭംഗിയായി കമ്പോസ് ചെയ്ത് പ്രിന്റ് എടുത്ത് സ്പൈറൽ ബൈൻഡിങ് ചെയ്ത 27 പേജുകൾ, 72 സീനുകൾ. ജീൻസും ടീഷർട്ടും മാറ്റി അയാൾ വെള്ള പൈജാമയും കുർത്തയും എടുത്ത് ധരിച്ചു. റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിയ മിനറൽ വാട്ടറിന്റെ കുപ്പി തുറന്ന് വെള്ളം കുടിച്ചു. വൺ ലൈൻ ഒന്നുകൂടി വായിച്ചു നോക്കണം. അധികപ്പറ്റ എന്ന് തോന്നുന്ന സീനുകൾ ഉണ്ടെങ്കിൽ അവ വെട്ടിക്കളയണം. പുതിയതായി എന്തെങ്കിലും ചേർക്കണമെന്ന് തോന്നിയാൽ അത് എഴുതണം. വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ ഈസി ചെയർ നീക്കിയിട്ട് അയാൾ വൺ ലൈൻ വായിക്കാനിരുന്നു. അപ്പോൾ ഏതോ മരക്കൊമ്പിലിരുന്ന് കാട്ടുപക്ഷികൾ നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. വൺ ലൈൻ ഏതാണ്ട് വായിച്ചു തീരാറായപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയതുപോലെ തോന്നിയത്. അയാൾ സമയം നോക്കി. 11:40 ഈ അർദ്ധരാത്രിയിൽ. കഴുതലോടെ അശോക് ചെന്ന് വാതിൽ തുറന്നു. വെളിയിൽ ലീന നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ജാസ്മിൻ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അശോക് ഉറങ്ങിയിട്ടുണ്ടാകില്ലെന്ന് തോന്നിയതുകൊണ്ടാണ്, അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. അകത്തേക്ക് വരൂ, അയാൾ അനുവാദം കൊടുത്തു. അവൾ ടെന്റിലേക്ക് കയറി. അയാൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടി. ജാസ്മിൻ ഇരിക്കൂ, അയാൾ പറഞ്ഞു. ഞാൻ ഈ ബെഡിൽ ഇരുന്നോട്ടെ? അവൾ ചോദിച്ചു. ഇരുന്നോളൂ. ഇരട്ടക്കട്ടിലിന്റെ ഒരു ഭാഗത്ത് അവൾ ഇരുന്നു. എന്താണ് വായിക്കുന്നത്? അവൾ ചോദിച്ചു. സിനിമയുടെ വൺ ലൈൻ, അതായത് ഓരോ സീനിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി എഴുതിയത്. നോക്കട്ടെ. അവൾ കൗതുകത്തോടെ കൈനീട്ടി. അയാള് പ്ലാസ്റ്റിക് ഫയൽ അവൾക്ക് കൊടുത്തു. സ്നേഹിക്കാനൊരു കാലം. ടൈറ്റിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അശോക് വെറുതെ ചിരിച്ചു. സ്നേഹിക്കാൻ മാത്രമല്ല, വഞ്ചിക്കാനൊരു കാലം, വേർപിരിയാനൊരു കാലം, മരിക്കാനൊരു കാലം, മറക്കാനൊരു കാലം. അതെ, അങ്ങനെ ഒരുപാട് കാലങ്ങളുണ്ട്, അയാൾ പറഞ്ഞു. എനിക്കുമുണ്ടായിരുന്നു സ്നേഹിച്ചൊരു കാലം. ആ കാലത്തിന് എന്താണ് സംഭവിച്ചത്? പിന്നെ വഞ്ചനയുടെ കാലം വന്നു. അശോകിന് മനസ്സിലായില്ലേ? മനസ്സിലായി എന്നർത്ഥത്തിൽ അയാൾ തലകുലുക്കി. അവൻ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയി. അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. എനിക്കത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. അവൾ പറയട്ടെ എന്ന് കരുതി അവൻ നിശബ്ദനായിരുന്നതേയുള്ളൂ. എന്റെ പേര് ജാസ്മിൻ എന്നല്ല, അവൾ പറഞ്ഞു. പിന്നെ? അത് അശോക് അറിയണ്ട. ഞാൻ വന്നത് കൂട്ടുകാരിയെ കാണാനുമല്ല. പിന്നെ എന്തിനാണ്? അതും എന്നോട് പറയില്ലേ? ആത്മഹത്യ ചെയ്യാൻ. അതൊരു വിഡ്ഢിത്തം നിറഞ്ഞ കാര്യമാണ്. അശോക് പ്രണയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അവൾ ചോദിച്ചു. അതെ, ഒരിക്കലെങ്കിലും പ്രണയിക്കണം. എന്നിട്ട് അത് നിഷേധിക്കപ്പെടുന്നതിന്റെ വേദന അറിയണം. എന്നാലേ എന്റെ മനസ്സ് കാണാൻ പറ്റൂ, അവൾ പറഞ്ഞു. എന്തിനാണ് ജാസ്മിൻ ഇവിടേക്ക് തന്നെ വന്നത്? ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പകലും ഒരു രാത്രിയും. അന്നവൻ ആവുന്നത്ര ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ ചെറുത്തുനിന്നു. പ്രണയത്തിൽ കലർപ്പുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അശോക് മിണ്ടിയില്ല. നമ്മൾ തമ്മിൽ കണ്ടിമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഇപ്പോൾ ജീവനൊടുക്കി കഴിഞ്ഞിരുന്നേനെ. അതറിയുമ്പോൾ അവൻ വേദനിക്കുമെന്നായിരുന്നു എന്റെ വിചാരം. ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്നവൻ ആശ്വസിക്കുകയുള്ളൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പെൺകുട്ടികൾ അല്പം കൂടി ബോൾഡ് ആകണമെന്നേ ഞാൻ പറയൂ. എല്ലാ ആണുങ്ങളും ഒരേ തരക്കാരല്ല എന്നും എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ അല്ലാത്തതുപോലെ എല്ലാ ആണുങ്ങളും ഒരേ തരക്കാരല്ല. ശരിയാണ്.
നാളെ കൂട്ടുകാരൻ വരുമ്പോൾ അയാളെ എനിക്കൊന്ന് പരിചയപ്പെടുത്താമോ? അവൾ ചോദിച്ചു. എന്തിനാണ്? അശോകിന്റെ കൂട്ടുകാരനായതുകൊണ്ട്. തീർച്ചയായും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ അശോകിന്റെ ആരാണെന്ന് പറയും? കൂട്ടുകാരി. അത് മതി. താങ്ക്സ് അശോക്. അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു. പിന്നെ അവൾ സ്വന്തം ടെന്റിലേക്ക് മടങ്ങി. രാവിലെ 7:30 യാത്ര തിരിച്ചു എന്ന് അശോകിനോട് ജഗൻ വിളിച്ചു പറഞ്ഞു. 11 മണിയോടെ അവിടെ പ്രതീക്ഷിക്കാമെന്നും. 11 മണി കഴിഞ്ഞു അവർ വന്നപ്പോൾ. നീ എവിടെയാണ്? പാർക്കിംഗ് ഏരിയയിലെത്തി കാർ നിർത്തിയപ്പോൾ ജഗൻ വിളിച്ചു ചോദിച്ചു. മൈനിയിലാണ്. നേരെ വന്നോളൂ. നീ തനിച്ചല്ലോ? അതെന്തൊരു ചോദ്യമാടാ. സുസ്മിതയും ഉണ്ട്. അവളുടെ കാറിലാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, വന്നോളൂ. അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകെട്ടു. അശോകും ലീനയും പരസ്പരം ഒന്ന് നോക്കി. കൂട്ടുകാരൻ ഞെട്ടും അല്ലേ? അവൾ ചോദിച്ചു. അതെ. അശോക് ചെന്ന് വാതിൽ തുറന്നു. വെളിയിൽ ജഗൻ മാത്യുവും സുസ്മിതയും നിൽക്കുന്നുണ്ടായിരുന്നു. കേറി വാ, അശോക് ക്ഷണിച്ചു. ജഗൻ മുന്നിലും സുസ്മിത പിന്നിലുമായി ടെന്റിലേക്ക് കയറി ചെന്നു. ബെഡിലിരിക്കുകയായിരുന്നു ലീന. അവളെ കണ്ട് ജഗൻ ഞെട്ടി. വിശ്വസിക്കാനാവാതെ അയാൾ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് സർപ്രൈസ് ആയിരിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. ഇതെന്റെ ഫ്രണ്ട് ജാസ്മിൻ. ഇന്നലെ ഞങ്ങളൊന്നിച്ചാണ് ഇവിടെ വന്നത്. ജഗന്റെ മുഖം വിളറി വെളുക്കുന്നത് ലീന കണ്ടു. സുസ്മിത കൗതുകത്തോടെ അവളെ നോക്കി. വീരശൂര പരാക്രമിയായ ഒരു ഫ്രണ്ടാണ് വരുന്നതെന്ന് അശോക് പറഞ്ഞു. എന്നാ പിന്നെ ആ മഹാനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞാനും വിചാരിച്ചു. അല്ലെങ്കിൽ രാവിലെ സ്ഥലം വിട്ടേനെ. ലീന ഇതും പറഞ്ഞ് പയ്യെ മുന്നോട്ട് നടന്ന് ജഗന്റെ അടുത്തെത്തി. കവിളത്ത് ആഞ്ഞൊരടിയടിച്ചു. അശോകും സുസ്മിതയും ഞെട്ടിപ്പോയി. ജഗന്റെ കണ്ണുകളിൽ തന്നെ രൂക്ഷമായി നോക്കി വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു. ഇതല്ലെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. പിന്നീട് അവൾ ബാഗെടുത്ത് ചുമലിൽ തൂക്കി ടെന്റിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. സുസ്മിത ഒന്നും മനസ്സിലാകാതെ ജഗനെ ഒന്ന് നോക്കി. അയാൾ മെല്ലെ തലകുനിച്ചു. അശോകിന്റെ ചുണ്ടുകളിൽ അർത്ഥഗർഭമായ ഒരു പുഞ്ചിരി തങ്ങി നിന്നു. ഉച്ച കഴിഞ്ഞ് ലീന തൈക്കാട്ടുള്ള അവരുടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ ഡാഡി ഉച്ചമയക്കത്തിലായിരുന്നു. മമ്മിയാണ് ഡോറ് തുറന്നത്. നീ വല്ലതും കഴിച്ചോ മോളെ? ഇല്ല മമ്മി. എങ്കില് വാ, ചോറെടുത്ത് വെക്കാം. അവൾക്ക് സ്വന്തം റൂമിലെത്താനായിരുന്നു തിടുക്കം. വാതില് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ അത് തുറന്ന് അകത്തേക്ക് കയറി. മുറിയിലാരും പ്രവേശിച്ച ലക്ഷണമുണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് 4ആയി മടക്കിയ ആ വെള്ളക്കടലാസ് അവളുടെ സ്കൂട്ടറിന്റെ ചാവിയുടെ ചുവട്ടിൽ ഭദ്രമായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അത് ചെന്നെടുത്ത് 1000 ചെറിയ കഷ്ണങ്ങളായി കീറി ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചു. ഊണ് കഴിക്കുന്നതിനിടയിൽ മമ്മി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കൂട്ടുകാരിയുടെ വീട്ടിലെ കാര്യങ്ങൾ ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ അവൾ ഭംഗിയായി അവതരിപ്പിച്ചു. മുറിയിൽ വന്ന് വേഷം മാറ്റിയിട്ട് അവൾ അല്പനേരം കിടന്നു. തലേ രാത്രിയിലെ ഓർമ്മകളാണ് അവൾ മുഴുകിയത്. അശോകിനെ എന്നെങ്കിലും ഇനി കാണുമോ? അയാളുടെ നമ്പർ വാങ്ങാൻ മറന്നു. തിടുക്കത്തിൽ ഇറങ്ങിപ്പോരുകയായിരുന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു അയാൾ. സിനിമ വരട്ടെ, അപ്പോ കാണാം. സ്നേഹിക്കാൻ ഒരു കാലം. അവളൊന്നു മയങ്ങി. പിറ്റേന്ന് രാവിലെ അവൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മിയുടെ മൊബൈലിൽ ഒരു കോൾ വരുന്ന ബെല്ല് കേട്ടത്. ഉണ്ടല്ലോ, കൊടുക്കാം. മമ്മി മൊബൈലുമായി അവളുടെ അടുത്തേക്ക് വന്ന്. നിന്റെ ഏതോ ഫ്രണ്ടാണ്. അവൾ ആശ്ചര്യത്തോടെ മൊബൈൽ വാങ്ങി. എന്റെ ഫ്രണ്ട് എങ്ങനെ മമ്മിയുടെ ഫോണിൽ വിളിക്കുന്നു? ഹലോ, അവൾ മൊബൈൽ വാങ്ങി ചോദിച്ചു. ഹലോ ലീന. ഒരു പുരുഷസ്വരമായിരുന്നു അത്. അവളൊന്ന് സംശയിച്ചു. അശോക്? പെട്ടെന്ന് അവൾ ചോദിച്ചു. അതേ വേഴാമ്പൽ പക്ഷി. മൈ ഗോഡ്, ഞാൻ ഓർത്തതേയില്ല അശോക് വിളിക്കുമെന്ന്. അവൾ സന്തോഷം അടക്കാനാകാതെ പറഞ്ഞു. ഇന്നലെ എന്റെ മൊബൈലിൽ നിന്നല്ലേ മമ്മിയെ വിളിച്ചത്? നമ്പർ ഇതിലുണ്ടായിരുന്നല്ലോ. ശരിയാണ്, ഞാനത് ഓർത്തതേയില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. സിനിമ നടക്കില്ല. അതെന്താ? സുസ്മിതയുടെ ഒരു ബന്ധുവായിരുന്നു പ്രൊഡ്യൂസർ. അവൾ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. ഒറ്റയ്ക്ക്. ജഗനെ കൊണ്ടുപോയില്ല. അത് കൊള്ളാം. ഞാൻ അവന്റെ ശത്രുവായി. ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. ഞാൻ ലീനയോടൊപ്പം ചേർന്ന് അവനെ അപമാനിച്ചു എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. അശോകിന് വിഷമമായോ? അവൾ ചോദിച്ചു. ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ ലീനയെ വിളിച്ചത്. അപ്പോൾ ഇനി ഏത് കാലമാണ്? അവൾ ചോദിച്ചു. ലീന പറയൂ, അയാൾ പറഞ്ഞു. രണ്ടുപേരും ഒരേ സമയം
പൊട്ടിച്ചിരിച്ചു.